ഹായ് മക്കളുമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? രാവിലെ ഇച്ചിരി വെയിലായിപ്പോയി, കുഴപ്പമില്ല. എന്നാലും ഇവിടെയൊക്കെ നനഞ്ഞ് കുതിർന്ന് കിടക്കുമായിരുന്നു. അപ്പം ടെറസയിലോട്ട് കയറി. അപ്പോഴ് ഞാൻ ടെറസയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഗ്രേപ്സ്, ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ പാഷൻ ഫ്രൂട്ട്, ഇതൊക്കെ എൻ്റെ ടെറസയിലുണ്ടെന്ന്. ഞാനേ അതിനകത്ത് ഇച്ചിരി കോഴിക്കാരിട്ട് കൊടുക്കാൻ പോവാണ്. ഇന്ന് ഇച്ചിരി വെയിലുണ്ട്. അപ്പോൾ ഈ ടെറസിലോട്ട് കയറിയാൽ ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. വാ, നിങ്ങളെ കാണിച്ചു തരാം. കണ്ട, ഇതാണ് കോഴിക്കാരം. എൻ്റെ കോഴിക്കാരം, എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട. എന്താ അതിൻ്റെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്, പൂത്തിട്ടുണ്ട്. പൂവായി ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ട, വിരിഞ്ഞില്ല. ആദ്യമായിട്ടാണ് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ ഇതിൽ പിടിച്ചത്. അപ്പോൾ ഇത് വിരിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഫ്രൂട്ട് ആയതിനു ശേഷം കാണിച്ചു തരാം. ഇപ്പം അതിനിച്ചിരി വളം ഇട്ട് കൊടുക്കാൻ പോവാണ്. കോഴിക്കാരം ദൂരെ കൂടെ ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു. ഇത് ഈ പാത്രത്തിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇച്ചിരി കുറച്ചേ ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇടായിരുന്നു നമുക്ക്. ഞാൻ അവിടെ ഒരു ടയറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ശരിയായില്ല. അതിന് കമ്പി മേടിക്കണം. ഇനി കമ്പിയൊക്കെ മേടിച്ചിട്ട് വേണം അത് കറക്റ്റ് ചെയ്യാൻ. കണ്ട, കണ്ട ഒരു മുള വരുന്ന, കണ്ട വേറൊരു മുള വരുന്ന. പിടിക്കുമായിരിക്കുമെന്ന് തോന്നുന്നു. വേറൊരു ഡ്രാഗൺ ഫ്രൂട്ട് കൂടെ ഉണ്ട്. ഡ്രാഗണിൻ്റെ അതിന് ഞാൻ ഇച്ചിരി, അതിന് ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വന്നു. ഒരു ചെറിയൊരു തൈയായിരുന്നേ. കണ്ട, അത് ഇതിനകത്ത് തന്നെ വേര് പിടിച്ചണ്ട. ഇതിൽ തന്നെ വേര് പിടിച്ചത് ഇങ്ങനെയൊക്കെയുണ്ട്. ഈ തണ്ടാടാണ്, ഈ രണ്ട് തണ്ട്. ഒരു പൈപ്പൊക്കെ ഞാനിവിടെ എടുത്തുകൊണ്ട് വെച്ച് സ്റ്റാൻഡ് ഉറപ്പിക്കാൻ. കമ്പി പപ്പയോട് പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വന്നില്ല. അപ്പോൾ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് കാണിച്ചു തരാം. പിന്നെ നമുക്ക് നമ്മുടെ ഗ്രേപ്സിന് ഇട്ട് കൊടുക്കാൻ പാം. മഴ വന്നപ്പോഴത്തേനെ ഗ്രേപ്സ് ഇലകളെല്ലാം അങ്ങ് പൊഴിഞ്ഞ് അല്ല, ഇനിയിപ്പം തളിരുകൾ വരുന്നു. കണ്ട, കണ്ട, ഗ്രേപ്സ് തളിരുകൾ വരുന്നുണ്ട്. അതിനിട്ട് കൊടുക്കാം നമുക്ക്. എന്താ, കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് ഈ പാത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടേ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമല്ലേ ഉള്ളൂ. വേറെ കുറച്ച് മണ്ണല്ലേ അതിനകത്തുള്ള, ബാക്കിയെല്ലാം മറ്റേ ഇത് ജൈവവളങ്ങൾ ഇട്ടിരിക്കുന്നതാണ്. കണ്ട, ഇതാണ് പാഷൻ ഫ്രൂട്ട്. ഭയങ്കരത്തിൽ പടർന്നിരുന്നു. ഞാൻ അതിനെ കുറേ വെട്ടിവിട്ട്, കാട് പിടിച്ച പോലെ ആയിരുന്നു. വെട്ടിവിട്ടതിന് ശേഷം പടർന്നിരിക്കുന്നതാണ്. കണ്ട, നമുക്കും അതിനെ ഇച്ചിരി ഇട്ട് കൊടുക്കാം. കണ്ട, ഈ മൂട്ടിലാണ് ഒരെണ്ണം. ഒരു മൂട് ഇതാണ്. എന്താ, അതിനോട് ഇച്ചിരി ഇട്ട് കൊടുക്കാം. എൻ്റെ കോവലാണേ. കോവലിൽ മഴയായപ്പോഴത്തേന് ഇനി കയറാൻ പറ്റാത്തതുകൊണ്ട് ഇതിനകത്ത് കോവലിൻ്റെ മൂട് നിറച്ച് ചെടികൾ ചേർന്നു. കണ്ടോ, എൻ്റെ കോവലിൻ്റെ മൂട് ഇപ്പം ശരിയായില്ല. ഇനി നമുക്ക് കോഴിക്കാരിട്ട് കൊടുക്കാം. കണ്ട, ഇതെന്തെന്നറിയാവോ? എൻ്റെ കറിവേപ്പാണേ. കറിവേപ്പെല്ലാം പൊട്ടി തളർത്ത് ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് എൻ്റെ ആവശ്യത്തിന് എടുക്കാറുള്ളത്.
അതിൽ ഞാനിപ്പോൾ മഴ പെയ്തപ്പോൾ ഒരെണ്ണത്തിനെ ഒടിച്ചു വിട്ട് തളിര് വരുന്നുണ്ട്. ഇതിനെ കുറച്ചിടാം നമുക്ക്. ഇതിനെ കുറച്ചിടാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.